ഇവരുടെ കൂടെ പണി ചെയ്യുന്ന ഒരാളെ സ്ഥാനാർത്ഥിയായി നിർത്തും. സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു വെള്ള പേപ്പറിൽ അവർ ഒപ്പിട്ട് വാങ്ങും ഇയാളുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു വെള്ള പേപ്പറും കൂടെ. അപ്പോൾ അതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വേറെ ഒരു കാൻഡിഡേറ്റും ആ പഞ്ചായത്തുകളിൽ ഉണ്ടാവില്ല. എന്നിട്ട് പിറ്റേന്ന് ഇയാൾ തിരഞ്ഞെടുക്കപ്പെടും. ഈ നോമിനേഷൻ കൊടുത്ത ദളിതൻ തിരഞ്ഞെടുക്കപ്പെടും. പിറ്റേന്ന് ഇയാളുടെ കയ്യിൽ ഇയാളുടെ രാജിക്കത്ത് എഴുതി വീണ്ടും അധികാരികളുടെ മുന്നിലേക്ക് പറഞ്ഞു വിടും. ഇങ്ങനെ ഒന്നല്ല രണ്ടല്ല 10 വർഷം പല തവണ ഈ പഞ്ചായത്തുകളിൽ തിരഞ്ഞെടുപ്പ് നടത്തുകയും തിരഞ്ഞെടുപ്പിൽ ആളുകളെ നിർത്തുകയും അവർ രാജിക്കത്ത് വഴി അവർ രാജി എഴുതി കൊടുത്ത് അവർ ഒഴിവാകുകയും ചെയ്തു. ആ കസേര ആരുടേതാണ് എന്ന ഈ പുസ്തകത്തിലെ ഏറ്റവും സംഭ്രമജനകമായ, അല്ലെങ്കിൽ ഏറ്റവും അസ്വസ്ഥതയുണർത്തുന്ന ഒരു കഥ എന്ന് പറയുന്നത് ബാലുച്ചാമിയുടെയും പെരിയ കറുപ്പൻ്റെയും കഥയാണ്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ഉസ്ലാംപെട്ടി. ഉസ്ലാംപെട്ടി നമ്മൾ പാട്ടിനെ കുറിച്ചാണ് ഉസ്ലാംപെട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നത്, ഉസ്ലാംപെട്ടി പെൺകുട്ടിയെക്കുറിച്ചൊക്കെ. പക്ഷേ ഞാൻ അവിടെ എത്തിക്കണ്ട കീരിപ്പെട്ടി, പാപ്പാപ്പെട്ടി എന്ന് പറയുന്ന 2 ഗ്രാമങ്ങൾ ഇന്നും പുരോഗമനത്തിൻ്റെ അല്ലെങ്കിൽ പുരോഗതിയുടെ അറ്റത്ത് പോലും നമ്മുടെ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒരിടത്തും എത്തിയിട്ടില്ലാത്ത 2 ഗ്രാമങ്ങൾ. അവിടുത്തെ 2 ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റുമാരെയാണ് 2014 ഞാൻ കാണുന്നത്. കീരിപ്പട്ടിയിൽ ബാലുച്ചാമിയും പാപ്പാപ്പട്ടിയിൽ പെരിയ കറുപ്പനും. അന്ന് ഞാൻ ചെല്ലുമ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരായി ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ് അടുത്ത ഇലക്ഷൻ്റെയൊക്കെ സമയത്താണ് ഞാൻ അവിടെ ചെല്ലുന്നത്. പക്ഷേ അപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിനകത്തുണ്ടാകുന്ന സംഘർഷങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കീരിപ്പെട്ടി പാപ്പാപ്പെട്ടി എന്ന് പറയുമ്പോൾ അതൊരു വലിയ കഥയാണ്. ശരിക്കും മണിക്കൂറുകളോളം പറഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാക്കിക്കാൻ പ്രയാസപ്പെട്ടൊരു കഥ. നമുക്കറിയാം 73-74 ഭരണഘടനാ ഭേദഗതികൾ വഴി ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിൽ സ്ത്രീകൾക്കും ദളിതർക്കും സംവരണം കൊണ്ടുവന്നു കഴിഞ്ഞപ്പം പല പഞ്ചായത്തുകളും ദളിത് റിസർവേഷനായി, ദളിത് സംവരണ മണ്ഡലങ്ങളായി. നമ്മുടെ നാട്ടിലെ പോലെ കേരളത്തിലിപ്പം നമുക്കറിയാം ഒരു പഞ്ചായത്തുകളിൽ വാർഡുകളിൽ ആളുകളെ തിരഞ്ഞെടുക്കുന്നു. വാർഡ് മെമ്പർമാർ 16, 17, 20 പേരുണ്ട്. അവരാണ് ശരിക്കും പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല, പ്രസിഡൻറ്റ് തിരഞ്ഞെടുപ്പ് തന്നെ നേരിട്ടാണ്. അപ്പോൾ ഈ ഉസ്ലാംപെട്ടിയിലെ മൊത്തത്തിൽ മധുരയിലെ 4 പഞ്ചായത്തുകളെ ദളിത് പഞ്ചായത്തുകളായിട്ട് പ്രഖ്യാപിച്ചു. കീരിപ്പെട്ടി, പാപ്പാപ്പെട്ടി, നാട്ടാമംഗലം, കോട്ടായി, കുറിച്ചിയന്തൽ എന്ന് പറയുന്ന 4 പഞ്ചായത്തുകൾ. 95 പഞ്ചായത്ത് രാജ് വന്നു. 96 ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്നു. അപ്പോൾ ഇവിടെ ദളിത് സംവരണ മണ്ഡലങ്ങളാണ്. അപ്പോൾ അന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ ഒരു ആൾ പോലും ഈ 4 മണ്ഡലത്തിലും ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ ഇത് കൊടുക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ അധികാരികൾക്ക് അതൊരു ഇതായി എന്താണെന്ന് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ ഭാഗങ്ങളിൽ ജാതിയുടേതായ ഭയങ്കരമായ ഒരു ഹയറാർക്കിയുണ്ട്. അതിനകത്ത് നിന്നുകൊണ്ട് ദളിതർക്ക് അവിടെ ഒരിക്കലും പ്രസിഡൻ്റ് ആകാനുള്ള അവസരം ഉണ്ടാവില്ല. അപ്പോൾ വളരെ അടുത്ത പ്രാവശ്യം ഇവർ അടുത്ത 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. എന്നിട്ട് പറഞ്ഞു എന്തായാലും ദളിത് പഞ്ചായത്ത് പ്രസിഡന്റ് വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ ഉയർന്ന ജാതിക്കാരെന്ന് പറയുമ്പോൾ അവർ OBC ആണ്. ഈ പള്ളർ എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങളാണ് അവിടെയുള്ള OBCക്കാർ. അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന, അവരാണ് അവിടുത്തെ അധികാരി വർഗം. അവരുടെ വീട്ടിലും പറമ്പിലും ഒക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ദളിതർ ഒരുപാട് പേരുണ്ട്. ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഓരോ പഞ്ചായത്തിലും ഇവരുടെ കൂടെ പണി ചെയ്യുന്ന ഒരാളെ സ്ഥാനാർത്ഥിയായി നിർത്തും. സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു വെള്ള പേപ്പറിൽ അവർ ഒപ്പിട്ട് വാങ്ങും ഇയാളുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു വെള്ള പേപ്പറും കൂടെ. അപ്പോൾ അതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വേറെ ഒരു കാൻഡിഡേറ്റും ആ പഞ്ചായത്തുകളിൽ ഉണ്ടാവില്ല. എന്നിട്ട് പിറ്റേന്ന് ഇയാൾ തിരഞ്ഞെടുക്കപ്പെടും. നോമിനേഷൻ കൊടുത്ത ദളിതൻ തിരഞ്ഞെടുക്കപ്പെടും. പിറ്റേന്ന് ഇയാളുടെ കയ്യിൽ ഇയാളുടെ രാജിക്കത്ത് എഴുതി വീണ്ടും അധികാരികളുടെ മുന്നിലേക്ക് പറഞ്ഞു വിടും. അപ്പോൾ അവർ ചോദിക്കും എന്താണെന്ന് ചോദിക്കുമ്പം പറയും എനിക്ക് പറ്റില്ല, എനിക്ക് പേടിയാണ്, എനിക്ക് ജോലി ചെയ്യേണ്ടി വരും, എനിക്കിത് ഈ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ദാരിദ്ര്യം വരും എന്നെല്ലാം പറഞ്ഞിട്ട് ഇവർ റിസൈൻ ചെയ്യും. ഇങ്ങനെ ഒന്നല്ല രണ്ടല്ല 10 വർഷം പല തവണ ഈ പഞ്ചായത്തുകളിൽ തിരഞ്ഞെടുപ്പ് നടത്തുകയും തിരഞ്ഞെടുപ്പിൽ ആളുകളെ നിർത്തുകയും അവർ രാജിക്കത്ത് വഴി അവർ രാജി എഴുതി കൊടുത്ത് അവർ ഒഴിവാകുകയും ചെയ്തു. പലരെയും ഇതിനിടയ്ക്ക് ഇത്തിരിയെങ്കിലും ധൈര്യത്തോടു കൂടി നിൽക്കുമെന്ന് തോന്നിയവർ പലരെയും കൊല ചെയ്യപ്പെടുകയും ചെയ്തു.
അപ്പോൾ ഇത് ശരിക്കും ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു കറുത്ത പാടായി അവശേഷിക്കുന്ന സംഭവമായി മാറി. ജുഡീഷ്യറിയും മാധ്യമങ്ങളും എല്ലാവരുടെയും ശ്രദ്ധ ഈ 4 പഞ്ചായത്തുകളിലേക്ക് മാറി. മാധ്യമങ്ങൾ അവിടെ വന്ന് തമ്പടിക്കാൻ തുടങ്ങി. സുപ്രീം കോടതി നേരിട്ട് തന്നെ ഒരു സംഘത്തെ അവിടെ വിട്ടു. ഇതെന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ പഞ്ചായത്തുകളിൽ പ്രസിഡന്റുമാർ അല്ലെങ്കിൽ പഞ്ചായത്ത് തന്നെ ഉണ്ടാകുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇതിനെതിരെ ഇവർ കേസ് കൊടുത്തു, കളർമാർ കേസ് കൊടുത്തു. ഇനി ഇത് 10 വർഷത്തേക്ക് കഴിഞ്ഞു, 10 വർഷത്തെ സംവരണം കഴിഞ്ഞു, 10 വർഷത്തേക്കാണ് പറഞ്ഞിരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഇത് ജനറൽ സീറ്റ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ്സുമാർ വാദിച്ചത് എന്തെന്ന് വെച്ചാൽ, ഒരിക്കൽ പോലും ഈ പഞ്ചായത്തുകളിൽ ഒരു ദിവസം പോലും ഭരണം നടന്നിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഇത് പഞ്ചായത്ത് കൂടുന്നതിന് മുമ്പ് തന്നെ ഇത് പിരിച്ചുവിടപ്പെട്ടതിനാൽ ഈ 10 വർഷം എന്നുള്ള കാലാവധി നോക്കാൻ പറ്റത്തില്ല. ഇനി അടുത്ത 10 വർഷം കൂടി ഇവിടെ ഇത് തന്നെ തുടരണം എന്നാണ് കോടതി വിധിച്ചത്. അങ്ങനെ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തി. അപ്പോൾ കരുണാനിധിയായിരുന്നു മുഖ്യമന്ത്രി. ഇന്നത്തെ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി സ്റ്റാലിനാണ് അന്ന് ഗ്രാമവികസന മന്ത്രി. അപ്പം സ്റ്റാലിനോട് കരുണാനിധി പറഞ്ഞു, എന്ത് കാരണവശാലും ഈ 4 പഞ്ചായത്തിലും ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് നടത്തി പ്രസിഡന്റുമാരെ കൊണ്ടുവരണം. ഭരണാധികാരികൾ വളരെ ശ്രദ്ധയോടുകൂടി എങ്ങനെയെങ്കിലും ഇവിടെ പഞ്ചായത്തിൽ പ്രസിഡന്റുമാരെ ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ച സമയത്താണ് കീരിപ്പട്ടിയിൽ പൂങ്കുടിയാർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തപ്പം ബാലിച്ചാമി, നമ്മുടെ കഥയിലെ ബാലിച്ചാമിയുടെ സഹോദരൻ, അയാളെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ബാലിച്ചാമിയെയും ബാലിച്ചാമിയുടെ കുടുംബത്തെയും ഈ ഉയർന്ന ജാതിക്കാരെ അവിടുന്ന് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അവരെ അവിടുത്തെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ പുറത്താക്കി. അപ്പോൾ എന്തായാലും ഊരുവിലക്ക് കിട്ടി. എന്നാൽ പിന്നെ ഇനി ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്ന് വിചാരിച്ചിട്ട് ബാലിച്ചാമി കൊണ്ടുപോയി 2006 തിരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുത്തു. നോമിനേഷൻ കൊടുത്തിട്ട് ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മധുരയ്ക്ക് ഒളിച്ചോടി. അവിടെ ചെല്ലുമ്പം അവിടെ ഇയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പാർട്ടിക്കാരുണ്ടായിരുന്നു. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അയാളെ രക്ഷിച്ച് ഒളിവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അയാളെ കൊണ്ടുപോയി ഒളിവിൽ പാർപ്പിച്ചു. എന്നിട്ട് കളക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ നോമിനേഷൻ കൊടുത്തിട്ട് ഒളിച്ചോടി വന്നിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കളക്ടർ നേരിട്ട് ഇടപെട്ട് കളക്ടർ നേരെ കീരിപ്പെട്ടി ചെന്നിട്ട് ഉയർന്ന ജാതിക്കാരോട് പറഞ്ഞു, ഒരു കളിയും നടക്കില്ല ഇപ്രാവശ്യം, എന്തായാലും ഇയാൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആവും, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും, അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ഇവർ മിണ്ടാതിരുന്നു. അങ്ങനെ ബാലിച്ചാമി പ്രസിഡൻ്റായി കഴിഞ്ഞപ്പോൾ ഇവർ ഒന്നടങ്കം ഗ്രാമം, ഇയാളുടെ ദളിതരും അതെ, ഉയർന്ന ജാതിക്കാരും അതെ, ഇയാളെ ഒരുവിധം ഒഴിവാക്കി ഉള്ളതായിരുന്നു. അവരെ ദളിതർ മറ്റവരെ പേടിച്ചും മറ്റവർ സ്വാഭാവികമായും ഇയാളോട് മിണ്ടാതായി. അപ്പോൾ എന്ത് ചെയ്തു, ഗവൺമെൻറ് എന്ത് ചെയ്തു, ഇയാൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തു. അങ്ങനെ ഒരു 4-5 പോലീസുകാരുടെ സഹായത്തോടു കൂടി ഇയാൾ 5 വർഷം അവിടെ നന്നായി ഭരിച്ചു എന്നാണ് അയാൾ പറഞ്ഞത്. അയാൾ ഉണ്ടാക്കിയ കമ്മ്യൂണിറ്റി ഹാളുകൾ, സ്കൂളുകൾ, അത് റോഡുകളൊക്കെ അയാൾ കാണിച്ചു തരികയുണ്ടായി. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇയാൾ മത്സരിച്ചു. ആദ്യത്തെ 5 വർഷത്തെ ടേം കഴിഞ്ഞ് ഇയാൾ മത്സരിച്ചെങ്കിലും വളരെ ഇതായി തന്നെ ആ ഗ്രാമത്തിലെ ഒരു തൂപ്പുകാരൻ, മൊക്കക്കാള എന്ന് പറഞ്ഞ തൂപ്പുകാരൻ, അയാളെ ഞാൻ പോയി കാണുകയുണ്ടായി. അയാളെ നിർത്തിക്കൊണ്ട് ഇവർ അയാളെ തോൽപ്പിച്ചു. 2014 ഞാൻ കാണുമ്പം ഇയാൾ അവിടുത്തെ ചില ചെറിയ ജോലികളൊക്കെ ചെയ്ത് ഉസ്ലാംപേട്ടയിൽ ജീവിക്കുകയായിരുന്നു. എന്നാൽ 2024 ഞാൻ വീണ്ടും അയാളെ കാണാൻ പോകുമ്പം വളരെ ദയനീയമായിരുന്നു. പരമദയനീയം എന്ന് പറയുന്ന പോലെ അയാളുടെ രൂപത്തിലുമൊക്കെ ഒരുപാട് ദാരിദ്ര്യം നഴലിക്കുന്ന ഒരു രൂപമായിരുന്നു. അത് പോരാഞ്ഞിട്ട് അയാൾ ഗ്രാമത്തിൻ്റെ പൊതു സ്ഥലത്ത് ഇങ്ങനെ കുത്തിയിരിക്കുക. അയാളോട് ഇപ്പോഴും ആരും അയാൾക്ക് പണിക്ക് വിളിക്കില്ല, അയാൾക്കൊന്നും കൊടുക്കൂല. അയാളുടെ ഭാര്യയും മകളും തൊഴിലുറപ്പിന് പോയിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പം ജീവിതം സത്യം പറഞ്ഞാൽ അധികാരം കൊണ്ട് എല്ലാം തകർന്നടിഞ്ഞ ഒരു മനുഷ്യനെയാണ് ഞാൻ രണ്ടാമത് കാണുന്നത്. അയാളുടെ ഭാര്യ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് 4-5 പശുക്കളുണ്ടായിരുന്നു, കറവ വെച്ചാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്, വളരെ നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ ബാലിച്ചാമി പോയിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അധികാരം കിട്ടിയത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു എന്ന്. അയാളുടെ മകൾ വളരെ സങ്കടത്തോടുകൂടി പറഞ്ഞു, എനിക്ക് വക്കീലാവണം എന്നായിരുന്നു ആഗ്രഹം, പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ ഈ അധികാരത്തിലേക്ക് പോയത് കാരണം ഞങ്ങൾ ഈ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു, ഞങ്ങളിവിടെ ഊരുവിലക്ക് മറ്റതും ഒക്കെ കാരണം എനിക്ക് പിന്നെ പഠിക്കാൻ പറ്റിയില്ല, കടമായി. അങ്ങനെ മൊത്തത്തിൽ ഞങ്ങളുടെ ജീവിതം തകർന്ന് തരിപ്പണമാവുകയാണ് ചെയ്തത്. അധികാരം ഞങ്ങൾക്ക് കിട്ടിയത് അതാണ് ഞങ്ങൾക്ക് തന്നത്. പക്ഷേ അവൾ വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ഗുണമുണ്ട്, ഞങ്ങൾക്ക് ജീവിതം നഷ്ടപ്പെട്ടെങ്കിലും ഞങ്ങളുടെ അച്ഛൻ കാരണം ഇപ്പം ഞങ്ങൾക്ക് ഉയർന്ന
ജാതിക്കാരുടെ മുന്നിലെ വീട്ടിന് മുന്നിലെ റോഡിൽ കൂടെ പോകുമ്പം ചെരുപ്പിട്ടുകൊണ്ട് പോവാം. അതുപോലെ തന്നെ പണ്ട് ഞങ്ങളുടെ ആളുകൾക്ക് തോർത്ത് തോളിലിട്ടിട്ട് അതിൻ്റെ മുന്നിൽ കൂടി പൊക്കൂടായിരുന്നു. ഇപ്പം അത്തരം ഒരുപാട് കാര്യങ്ങളിൽ അച്ഛൻ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയതിനു ശേഷം മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് നോക്കുമ്പോൾ സമൂഹത്തിന് മാറ്റമാണ് ഉണ്ടായത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കുടുംബം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ജീവിതം തകർന്ന് തരിപ്പണമായി പോയിന്ന്. ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ അയാൾ വഹിച്ച സ്ഥാനവുമൊക്കെ തമ്മിൽ ഒരു ബന്ധമില്ലാത്ത പോലെ തോന്നും. എന്നിട്ട് ഈ ബാലിച്ചാമിയുടെ കൂടെ ഞാൻ പെരിയ കറുപ്പനെ കാണാൻ പോയി. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും അങ്ങനെയായിരുന്നു. ബാലിച്ചാമിയാണ് പെരിയ കറുപ്പൻ്റെ വീട്ടിൽ കൊണ്ടുപോയത്. അപ്പുറത്തെ ഗ്രാമത്തിലാണ്, കീരിപ്പെട്ടിയിൽ. അവിടെ ചെല്ലുമ്പം കഴിഞ്ഞ പ്രാവശ്യം ചെല്ലുമ്പോൾ വളരെ തമാശയുള്ളൊരു കാര്യമുണ്ടായിരുന്നു. പാപ്പാപ്പെട്ടിയിലെ ഈ പെരിയ കറുപ്പൻ്റെ വീട് ഓല മേഞ്ഞ് ഏതാണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായൊരു വീടായിരുന്നു അന്ന്. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ഒരു കോൺക്രീറ്റ് മുറി, ഒരു എല്ലാം കൊണ്ട് നല്ല വൃത്തിയായി പണിയിച്ച്. അപ്പം ഞാൻ ചോദിച്ചു ഇതെങ്ങനെ ഇത്രയും വ്യത്യാസം വരുന്നതെന്ന് അന്ന് ചോദിച്ചു. അപ്പോൾ 2014 ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കഥയുണ്ട്. അതായത് ഈ പാപ്പാപ്പെട്ടിയിലെ പെരിയ കറുപ്പൻ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയത് എങ്ങനെയെന്ന് വെച്ചാൽ അയാളൊരു പള്ളർ സമുദായത്തിലെ ഒരാളുടെ വീട്ടിൽ കൂലിപ്പണിക്ക് പോകുമായിരുന്നു. ഒരു ദിവസം ചെന്നപ്പോൾ പറഞ്ഞു ഒപ്പിട്ടതാന്ന് പറഞ്ഞു. ഇയാൾ ഒപ്പിട്ട് കൊടുത്തു. അത് അയാളുടെ നോമിനേഷനായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു വെള്ള പേപ്പറിൽ ഒപ്പിടിയിച്ചു. അപ്പോൾ പിന്നെയാണ് അയാൾ മനസ്സിലായി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ പഞ്ചായത്ത് പ്രസിഡൻ്റായി കഴിഞ്ഞപ്പോൾ ഇയാളോട് പറഞ്ഞു നോമിനേഷൻ വെള്ള പേപ്പറിൽ ഒപ്പിട്ടത് രാജിക്കത്താണ്, ഇത് കൊണ്ടുപോയി കളക്ടറേറ്റിൽ കൊടുക്കാൻ പറഞ്ഞു. ഇയാൾ അതും കൊണ്ട് ചെല്ലുമ്പം അവർ പറഞ്ഞു ഒരു കാരണവശാലും നിന്നെ ഞങ്ങൾ റിസൈൻ ചെയ്യാൻ സമ്മതിക്കത്തില്ല, എന്ത് വന്നാലും നീ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയേ പറ്റൂ എന്നുള്ള നിർബന്ധം പിടിച്ചുകൊണ്ട് ഇവരൊരു 4-5 പോലീസുകാരെയും കൊണ്ട് ഇയാളെ നാട്ടിലേക്ക് വിട്ടു. ഇവിടെ വരുമ്പം ഇവരെല്ലാവരും അയാൾക്കെതിരാണ്. ഈ നാട്ടുകാരെല്ലാവരും പള്ളർമാർ ഇയാൾക്കെതിരാണ്. പക്ഷേ പോലീസ് ഉള്ളത് കൊണ്ട് അവർക്ക് പേടി. അങ്ങനെ പിന്നെ ഇയാൾ ഒരുവിധം 5 വർഷം അവിടെ ഭരിച്ചു. ആ ഭരിച്ചത് പോലീസിൻ്റെ സഹായത്തോടെയാണ്. പക്ഷേ ആ പോലീസ് ഏമാന്മാർക്ക് താമസിക്കാനായിട്ട് ഇയാൾ വട്ടിപ്പലിശയ്ക്ക് പണം എടുത്തിട്ട് ഒരു കോൺക്രീറ്റ് വീട് അവിടെ പണിയിക്കാൻ, ഒരു മുറി, ഇവിടെ നിന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു മുറി പണിയിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ 2024 ചെല്ലുമ്പോഴാണ് അയാൾ പറയുന്ന അവസ്ഥ എന്തെന്ന് വെച്ചാൽ അയാൾക്ക് ആ വട്ടിപ്പലിശ ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ കടക്കാർ വന്ന് ഇയാളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് അയാളുടെ മകളുടെ കല്യാണത്തിനും അയാൾ കുറേ എടുത്തിരുന്നു, കടം എടുത്തിരുന്നു. അതിൻ്റെ പലിശയും അടയ്ക്കാൻ പറ്റുന്നില്ല. മൊത്തത്തിൽ കടം കൊണ്ട് അയാൾ മുടിഞ്ഞു. അതിനും പോരാഞ്ഞിട്ട് അയാൾക്ക് സ്ട്രോക്ക് വന്ന് തളർന്ന് അവശനായി കിടക്കുകയാണ്. ഒരു വശം ഏതാണ്ട് പാരലൈസ്ഡ് ആയ ഒരു പെരിയ കറുപ്പനെയാണ് ഞാൻ രണ്ടാമത് പോകുമ്പോൾ കാണുന്നത് 10 വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ ശരിക്കും നമ്മൾ ആ ദുരന്തം കാണുമ്പം എന്താണ് ഈ നമ്മൾ സംവരണം വഴി പഞ്ചായത്തുകളിൽ ദളിതർക്കും സ്ത്രീകൾക്കും ഒക്കെ സംവരണം നൽകി ഭരണഘടന ഭേദഗതി വരുത്തി എല്ലാം കഴിഞ്ഞിട്ട് ഇവർക്കുണ്ടായ നേട്ടം എന്താണ് എന്ന് ആരായാലും ഒരു എന്താണ് പറയുന്നത് വളരെ ആത്മാർത്ഥമായി ചിന്തിച്ചു പോകും. ഇതുകൊണ്ട് ഇവർക്ക് എന്ത് ഗുണമാണോ ദോഷമാണോ ഉണ്ടായെന്ന്. പിന്നെ അയാൾ പറഞ്ഞ വേറൊരു കഥയുണ്ട്. അതായത് ഇവർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായതിൻ്റെ 20ാം വാർഷികമാണെന്ന്, 25ാം വാർഷികം കീരിപ്പെട്ടിയിലും പാപ്പാപ്പെട്ടിയിലും ജനാധിപത്യം പുനഃസ്ഥാപിച്ചതിൻ്റെ വാർഷികം ആഘോഷിക്കാനായിട്ട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അവിടെ വന്നിരുന്നു പാപ്പാപ്പെട്ടിയിൽ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പത്രത്തിൽ വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പപ്പ അരിയർപ്പനെയും ബാലുസ്വാമിയൊക്കെ സ്റ്റേജിൽ കയറ്റി ആദരിച്ച് കാണും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ പറഞ്ഞ കഥ എന്തെന്ന് വെച്ചാൽ ഈ സ്റ്റാലിൻ ആ മീറ്റിങ്ങിന് പോയത് ഈ പെരിയ കറുപ്പിൻ്റെ വീട്ടിൻ്റെ മുന്നേ കൂടിയാണ്. പക്ഷേ ബാലിച്ചാമി പെരിയ കറുപ്പിനപ്പോൾ സ്ട്രോക്ക് വന്ന് കിടക്കുന്നുണ്ട്, അയാൾക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ ബാലിച്ചാമി ഒരു അപേക്ഷയുമായിട്ട് 1000 രൂപയോ 2000 രൂപയോ പെൻഷൻ തരണമെന്ന അപേക്ഷയുമായിട്ടാണ് അതിൻ്റെ മുന്നേ ചെന്നെങ്കിലും അയാളെ ആരും അകത്ത് കയറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ബാലിച്ചാമിക്കും പെരിയ കറുപ്പനും സ്റ്റാലിൻ അവരുടെ വീടിൻ്റെ തൊട്ട് മുന്നിൽ വന്നപ്പോൾ പോലും കാണാനോ എന്തെങ്കിലും ഒരു ആനുകൂല്യം ഗവൺമെൻറ്റിൽ നിന്ന് നേടിയെടുക്കാനോ കഴിഞ്ഞില്ല. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ഒരു നാടകശാലയിൽ നാടകം ആടാനെത്തിയ 2 മനുഷ്യർ അവരുടെ ജീവിതത്തിനകത്ത് രാഷ്ട്രീയ അധികാരം നൽകിയ നിസ്സഹായതയുമായി നിൽക്കുന്ന ഒരു വളരെ ദയനീയമായ, അല്ലെങ്കിൽ അത്രത്തോളം യാഥാർത്ഥ്യം നമുക്ക് ഒരിക്കലും കേരളത്തിൽ നിന്ന് നോക്കുമ്പം യാഥാർത്ഥ്യമാണ് എന്ന് പോലും തോന്നാത്ത കഥയാണ് സത്യം പറഞ്ഞാൽ ഉസ്ലാംപെട്ടിയിലെ ഈ കീരിപ്പെട്ടിയിലും പാപ്പപ്പെട്ടിയിലും ഞാൻ കണ്ട്. പക്ഷെ അവിടെ ഞാൻ വേറൊരാളെയും കൂടെ കണ്ടു, ഗണേശൻ, നാട്ടാമംഗലത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റ്. ഈ നാട്ടാമംഗലത്തെ ഗണേശൻ ആദ്യം മുതൽ തന്നെ അവിടെ പ്രസിഡൻ്റാണ്. പക്ഷെ അയാൾ എന്നോട് പറഞ്ഞ ഒരു ഇതുണ്ട്. അയാൾ പള്ളർമാരുടെ വീട്ടിൽ പറമ്പിൽ പണിയെടുക്കുന്ന ആളാണ്, അയാളും ഭാര്യയും. അയാൾ പറയുന്നത് എങ്ങനെയാണ് ഇവരോട് നമുക്ക് മത്സരിച്ച് നിൽക്കാൻ പറ്റുക? അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർ പറയുന്നത് എന്താണോ അവിടെ ഒപ്പിട്ട് കൊടുത്തിട്ടാണ് കഴിയുന്നിടത്തോളം ഞാൻ എല്ലാവർക്കും വേണ്ടി കാര്യങ്ങൾ നടത്താൻ സ്ഥിതി ചെയ്യും. പക്ഷേ ഇവരും എതിരിട്ടുകൊണ്ട് ഇവിടെ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായി നിൽക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായതുകൊണ്ട് അയാളുടേതായ രീതിയിൽ ഒരു വഴി കണ്ടെത്തി
സമവായം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഞാൻ അയാളുടെ വീട് ഞാൻ കാണുമ്പോൾ ഒരു ഷെഡാണ്, ടാർപ്പാളിയും കൊണ്ട് കെട്ടിയ ഒരു ഷെഡിൽ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വിട്ടിട്ടുള്ള ജീവിതമാണ് ഈ ഗണേശൻ ജീവിക്കുന്നത്. അപ്പം അതിൻ്റെ അടുത്ത് ഒരു മുറിയുള്ള ഒരു വീട് അയാൾക്ക് ഇപ്പോഴത്തെ അവിടുത്തെ എന്തോ ഒരു സ്കീം അനുസരിച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അസ്ഥിവാരമൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അയാൾ പറയുന്നത് ഇത്രയുമെങ്കിലും എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയുന്നത് ഞാനൊരു പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും ഒരു ജീവിതമുള്ളത് എന്ന്. അപ്പം ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്. ശരിക്കും കേരളത്തിൽ നിന്ന് നോക്കുമ്പം നമ്മുടെ തൊട്ടപ്പുറത്ത് ഇവിടെ നിന്ന് നമുക്ക് അറിയാമല്ലോ, എത്ര തമിഴ്നാട് എന്ന് പറയുന്നത് ദൂരെയല്ല, അവിടെ പോലും കാണാനുള്ള കാഴ്ചകൾ അല്ലെങ്കിൽ അവിടുത്തെ ജീവിതത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ നമുക്കറിയാം. ഇപ്പോഴും നമ്മൾ അവിടെ കേൾക്കുന്നുണ്ട് ദളിതരെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയാൽ പിന്നെ കസേരയിൽ പഞ്ചായത്ത് പ്രസിഡൻ്റ് കസേരയിൽ ഇരിക്കാൻ സമ്മതിക്കില്ല. ഉന്നത ജാതിക്കാരുടെ പിന്നെ ഏരിയയിലാണ് അല്ലെങ്കിൽ അവരുടെ സ്ഥലത്താണ് പഞ്ചായത്ത് ഓഫീസെങ്കിൽ ഇവരെ അവിടെ കയറ്റുകയില്ല. അതുപോലെ തന്നെ ഇവർക്ക് ഇപ്പോഴും അവരുടെ ഒരു ദളിതൻ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ബോഡി കൊണ്ടുപോകണമെങ്കിൽ ഉയർന്ന ജാതിക്കാരുടെ സ്ഥലത്തൂടെ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല, എത്രയോ കിലോമീറ്റർ കഴിഞ്ഞു കൊണ്ടുപോകണം. ഇങ്ങനെ ജാതി വിവേചനത്തിൻ്റെ അതിക്രൂരമായ കഥകൾ നമ്മുടെ തൊട്ടടുത്തും നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗത്തും അരങ്ങേറുന്നുണ്ട്. പഞ്ചായത്തിൽ നമ്മൾ സംവരണം കൊടുത്തുകൊണ്ട് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയിലും സ്ത്രീ പിന്നെ ഉയർച്ചയിലുമൊക്കെ വരുത്താൻ ശ്രമിക്കുന്ന മാറ്റങ്ങളെ കടുത്ത സാമൂഹിക പ്രതിബന്ധങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ശരിക്കും ഓരോ സ്ഥലത്തും പിന്നെ അത് റെസിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാഴ്ച നേരി കാണുമ്പോൾ ഇനിയും എത്ര ദൂരം നമ്മൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്നുള്ള ചോദ്യം പലതവണ എനിക്ക് ഉണ്ടായി. ആ ചോദ്യമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് എനിക്ക് തോന്നുന്നു ഓരോ ഇന്ത്യക്കാരനും നമ്മൾ ഉയർത്തേണ്ട ചോദ്യം എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ത്യ എന്ന യാഥാർത്ഥ്യം എന്താണ് എന്നുള്ള ഒരു വലിയ ചോദ്യവുമായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പോയി കഴിഞ്ഞപ്പോൾ മാർജിനലൈസ് ചെയ്യപ്പെട്ടവർ, പ്രാന്തവൽക്കരിക്കപ്പെട്ടവർ എന്ന് പറയുന്ന സ്ത്രീകളുടെയും ദളിതരുടെയും ആദിവാസികളുടെയും ജീവിതത്തിൽ എന്തു മാറ്റമാണ് നമുക്ക് ഇത്രയും വർഷം സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷത്തിന് ശേഷവും ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്നുള്ള വലിയ ചോദ്യം നമ്മൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണമെന്നും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയ അധികാരം നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ള വലിയ ഒരു ഉത്തരമാണ് ഈ യാത്രകൾ എനിക്ക് നൽകിയത്.